ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദൈവവചനം, അത് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. സുബോധം നഷ്ടപ്പെടുന്ന നിലയിലാകരുത്. എൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച്, കർത്താവിൻ്റെ വീണ്ടും വരവ് സംബന്ധിച്ച്, നമ്മെ വീണ്ടെടുക്കപ്പെട്ട സഭയെ ചേർക്കുവാനുള്ള പ്രാണനാഥൻ്റെ വരവ് കാത്തിരിക്കുന്ന വിശ്വാസ സമൂഹം, കർത്താവ് വീണ്ടും വരുമെന്ന പ്രത്യാശയിൽ സഞ്ചരിക്കുമ്പോൾ തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ കേട്ടിരിക്കുന്ന ദൈവവചനം, കർത്താവിൻ്റെ വരവ്, അത് ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ആത്മാവിലാണെന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇളകി ഞെട്ടിപ്പോകുമെന്ന് അരുത്. അടുത്ത് പറയുക, ഏത് വിധേനെ ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് വെച്ചാൽ, കർത്താവിൻ്റെ വരവ് സംബന്ധമായിട്ട് മറഞ്ഞിരിക്കുന്ന ചതിയെ സഭയെ പഠിപ്പിക്കുകയാണ്. ഇന്നും പ്രിയരെ, ഒത്തിരി പേര് കർത്താവിൻ്റെ വരവ്, കർത്താവിന് വരുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ വീണ്ടും വരവിനെ സംശയിക്കുന്നവരുണ്ട്. ഇനി വീണ്ടും വരവിനെ വല്ലാത്ത നിലയിൽ ചിത്രീകരിക്കുന്നവരുണ്ട്. എന്നാൽ തെസ്സലോനിക്ക സഭയോട് പറഞ്ഞതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്നത്, കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച് ആരും നമ്മളെ തെറ്റിക്കരുത്, ആരും നമ്മളെ ചതിക്കരുത്, പിശാചിൻ്റെ തന്ത്രങ്ങൾക്കകത്ത് നമ്മൾ കുടുങ്ങിപ്പോകരുത്. യേശു പറഞ്ഞ ഒരു ഭാഗമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ ആ വചനത്തെ മുറുകെ പിടിച്ച് വീണ്ടും വരുമെന്ന ആ കർത്താവിനെ വിശ്വസ്തയോടെ കാത്തിരുന്ന് നിത്യത എന്ന ദർശനത്തിലൂടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.